ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സെന്റ് അഗസ്റ്റിൻ ഫൊറോന ചർച്ച് കടനാട് പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരുമായിട്ട് നേരെ പോയി പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. ഒരുപാട് നിയോഗങ്ങളുണ്ടായിരുന്നു. നിയോഗങ്ങളെ ചൊല്ലി പ്രാർത്ഥിച്ചു. എന്താണെന്ന് വെച്ചാൽ 2026 ജനുവരി വളരെ മോശമായിരുന്നു തുടക്കം. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം നേരെ ഞങ്ങൾ പോയത് എവിടെയാണെന്നറിയാവോ? ഭക്ഷ്യക്കടയിലേക്കാണ്. പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർമ്മ വരുന്നത് ഭക്ഷ്യക്കടയൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും മക്കൾക്ക് കോളിഫ്ലവർ മതി എന്ന് പറഞ്ഞു. അവന്മാർക്ക് കോളിഫ്ലവർ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ എനിക്കും ചേട്ടയ്ക്കും ബജ്ജിയും ബനാന ബജ്ജിയും മുട്ട ബജ്ജിയും മതി എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. അത് കഴിഞ്ഞ് അമ്മര് പറഞ്ഞു അവന്മാർക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഞങ്ങൾ വേണ്ട കുലുക്കി സർബത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി. അപ്പോൾ ആദ്യം രണ്ടുപേർക്ക് കുലുക്കി സർബത്ത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും ഒരാളുടെ മനസ്സ് മാറി അവർക്ക് ബൂസ്റ്റ് ഷേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിൻ്റെ ടേസ്റ്റ് ചേട്ടയാണ് കേട്ടോ നോക്കിയിട്ടാണ് അവന്മാർക്ക് കൊടുക്കുന്നത്. അപ്പം മോനൂന് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പൊന്നൂന് സ്ട്രോബെറി ഫ്ലേവറിൻ്റെ കുലുക്കി സർബത്ത് വേണമെന്ന് പറഞ്ഞു. അതങ്ങ് കൊടുത്തു. അതിൻ്റെ ടേസ്റ്റും ചേട്ടയാണ് കേട്ടോ ആദ്യം നോക്കിയത്. അത് കഴിഞ്ഞ് അവന് കൊടുത്തു. അവന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ പറഞ്ഞു അത്ര നന്നായി ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരു എരിവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ എരിവൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതെല്ലാം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി 7 മണിക്ക് ഗാനമേളയുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗാനമേള വിധുപ്രതാപിൻ്റെയാണ്. അപ്പോൾ നമുക്ക് പാട്ട് കേട്ട് നോക്കിയാലോ. വിധുപ്രതാപിൻ്റെ ഗാനമേള ആയതുകൊണ്ട് വളരെ എക്സ്പെക്റ്റ് ചെയ്തൊന്നും അല്ല കേട്ടോ പോയത്. അതുപോലെ തന്നെ സംഭവിച്ചു. പാട്ട് സെലക്ഷൻ വളരെ ബോറായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തത് നമ്മുടെ രഘുറാമിൻ്റെ ഗാനം കേൾക്കാനായിരുന്നു കേട്ടോ. പുള്ളി നമ്മുടെ ചീന്തളാർ ഭാഗത്തുള്ളതാണ്, നമുക്കറിയുന്ന ആളാണ്. പുള്ളിയുടെ പാട്ട് അടിപൊളിയാണ്. ഞാൻ പ്രത്യേകം നമ്മൾ വിജയ് ഫാൻ ആയതുകൊണ്ട് വിജയുടെ പാട്ട് മാത്രമേ പാടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടാലോ. റാമിൻ്റെ പാട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ എൻ്റെ ബോട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. മക്കൾക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പലഹാരമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ പെണ്ണുങ്ങളുടെ മെയിൻ ഐറ്റംസ് ആയിട്ട് കോസ്റ്റ്യൂംസൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് വന്നു കേട്ടോ.